പാരത്രികമായ നിത്യ സൗഭാഗ്യത്തിന് ഏറ്റവും സഹായകമായ രണ്ട് കാര്യങ്ങളെയാണ് ഇന്ന് പരാമർശിക്കുന്നത്. അതിൽ ഒന്ന് അറിവാണ്. അറിവിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തത് സമ്പത്താണ്. എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുകയും സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ആവശ്യ നിർവഹണത്തിന് നൽകുകയും ചെയ്യുമ്പോഴാണ് ധനം മഹാസൗഭാഗ്യമായി മാറുന്നത്. അതുപോലെ തന്നെയാണ് അറിവും. അറിവ് സമ്പാദിച്ചു, സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ചു, എന്നിട്ട് മറ്റുള്ളവർക്ക് പകർന്ന് നൽകുകയും ചെയ്യുന്നു. അപ്പോഴാണ് അതും സൗഭാഗ്യമായി മാറുന്നത്. അധ്യാപനം നടത്തുന്ന ആളുകൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരിക്കൽ അവിടുന്ന് സഹാബികളോട് ചോദിക്കുകയുണ്ടായി, ഔദാര്യത്തിൽ മികച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിനും റസൂലിനും അറിയാം എന്നായിരുന്നു അവരുടെ പ്രതികരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ അള്ളാഹുവാണ്. എന്നാൽ ആദം സന്തതികളിൽ ഏറ്റവും വലിയ ഉദാരൻ ആരാണ്? ഞാനാണ്. ഇനി പറയുന്നത് നോക്കൂ, എനിക്ക് ശേഷം അവരിൽ ഏറ്റവും ധർമ്മിഷ്ഠൻ അറിവ് നേടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. അയാള് ഖിയാമത്ത് നാളിൽ ഒറ്റക്ക് തന്നെ നായകനായി വരും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ആവശ്യമുള്ളവർക്ക് മറച്ചു വെക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അറിവ് മറച്ചു വെക്കരുത്. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഹദീസിൽ കാണാം, ആരോടെങ്കിലും വല്ല അറിവിനെയും കുറിച്ച് ചോദ്യമുണ്ടായി, എന്നിട്ട് അറിഞ്ഞിട്ടും വിജ്ഞാനം മറച്ചു വെക്കുകയും ചെയ്താൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരുടെ വായിൽ തീയാലുള്ള കടിഞ്ഞാൻ കൊണ്ട് ചൂടുവെക്കുന്നതാണ്. എന്നാൽ അതേസമയം വ്യക്തമായി അറിയാത്ത ഒന്നും പ്രചരിപ്പിക്കാനും പാടില്ല. നിങ്ങൾ അറിയാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിറകെ നിങ്ങൾ പോകരുത്. തീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയവും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നാണ് ഖുർആന്റെ പ്രഖ്യാപനം. എന്നാൽ നമുക്ക് അറിഞ്ഞതെല്ലാം പറയാൻ പറ്റുമോ? അതും പറ്റില്ല. കേട്ടതെല്ലാം പറയുന്ന സ്വഭാവം വിശ്വാസിക്ക് യോജിച്ചതല്ല. മാത്രമല്ല അതൊരു പാപം കൂടിയാണെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഒരാൾ പാപിയാകാൻ അയാൾ കേട്ടത് മുഴുവൻ പറഞ്ഞാൽ തന്നെ മതി.